സൈബർ തട്ടിപ്പ് നടത്തുന്ന വലിയ ഒരു സംഘത്തിലെ പ്രധാന കണ്ണിയെയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം പോലീസ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഇയാൾ കർണാടക സ്വദേശിയാണ്. പേര് അബ്ദുൾ റോഷൻ. കഴിഞ്ഞ മാസം വേങ്ങര സ്വദേശിയിൽ നിന്നും 1,08,00,000 രൂപ തട്ടിയെടുത്ത ഒരു പരാതി ഉണ്ടായിരുന്നു. അതായത് വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റുകളുടെ പരസ്യം നൽകി അത്തരത്തിൽ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റുകളിലേക്ക് ഇയാളെ ഓരോ വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിച്ച് ഇയാളിൽ നിന്നും 1,08,00,000 രൂപ ഈ ഒരു സംഘം തട്ടിയെടുത്തു. പക്ഷേ പറഞ്ഞ രീതിയിലുള്ള ലാഭവിഹിതം ലഭിക്കാതിനെ തുടർന്ന് ഇയാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അങ്ങനെ ഇയാളുടെ പരാതിയിൽ പോലീസ് നടത്തിയ സൈബർ CI ചിത്തരഞ്ജന നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ അന്വേഷണമാണ് ഈ റോഷനിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ ഒരു തട്ടിപ്പ് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഈ റോഷൻ എന്നുള്ളതാണ്. ഇയാളെ കർണാടകയിലെ മടിക്കേരിയിലെ ഒരു വാടക ക്വാർട്ടേഴ്സിനാണ് പിടികൂടുമ്പോൾ ഇയാളുടെ വീട്ടിൽ ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്ത് 40,000-ലധികം സിം കാർഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ. ഒപ്പം തന്നെ 180-ലധികം മൊബൈൽ ഫോണുകളും ഉണ്ടായിരുന്നു. IMEI നമ്പർ മാറ്റാൻ കഴിയുന്ന ചൈനീസ് ഫോണുകളും ഇയാളുടെ കൈവശത്ത് ഉണ്ടായിരുന്നു. ഇയാളൊരു തട്ടിപ്പ് സംഘത്തിൻ്റെ പ്രധാന കണ്ണിയാണ്. ഇയാൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാൾക്ക് മൊബൈൽ സിമ്മുകളുടെ വിതരണ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ മറ്റൊരു യുവതിയുടെ പേരിൽ എടുത്ത ഒരു സിം കാർഡ് വഴിയാണ് വേങ്ങര സ്വദേശിയിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുത്തത്. അതുപോലെ തന്നെ ഈ മൊബൈൽ സിം കാർഡ് നൽകുന്ന വിവിധ ഏജൻസികളുമായിട്ട് ഇയാൾ സൗഹൃദത്തിലുണ്ട്. ഒരാൾ ഒരു സിം കാർഡ് എടുക്കുവാൻ ബയോമെട്രിക് വിവരങ്ങൾ നൽകുമ്പോൾ ഒന്നിലധികം തവണ ആ ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്തി ഒന്നിലധികം സിം കാർഡുകൾ എടുക്കുന്നു. ഒരു സിം കാർഡ് മാത്രമാണ് ഉപഭോക്താവ് നൽകുന്നത്. മറ്റ് 2 സിം കാർഡുകൾ ഈ തട്ടിപ്പ് സംഘത്തിന് ഇവർ കൈമാറുകയാണ് ചെയ്യുന്നത്. ഒരു സിം കാർഡിന് 50 രൂപ വെച്ച് ഈ തട്ടിപ്പ് സംഘം ഈ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ സിം കാർഡ് കൊടുക്കുന്നവർക്ക് നൽകുകയും ചെയ്യും. ഇത്തരത്തിൽ ശേഖരിക്കുന്ന സിം കാർഡുകൾ വഴിയാണ് ഈ ഒരു തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതിനാധാരമായ സംഗതി ഈ വർഷം മാർച്ച് മാസം 1-ാം തീയതി വേങ്ങര സ്വദേശിയായ ഒരാളുടെ പരാതിയിൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ക്രൈം 214/2024 ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഓൺലൈൻ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിന്റെ ഷെയർ മാർക്കറ്റിന്റെ സൈറ്റിന്റെ ലിങ്ക് കണ്ടു. അതിൽ അദ്ദേഹം കയറി ആ ലിങ്കിൽ കയറിയിട്ട് 2-3 ആഴ്ച അദ്ദേഹം വാച്ച് ചെയ്ത സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടൊക്കെ കണ്ട് അദ്ദേഹം പിന്നീട് 1,08,00,000 രൂപ നിക്ഷേപിക്കുകയായിരുന്നു. കൃത്യമായി ചതിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിന്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കേസിന്റെ തുടർന്നുള്ള അന്വേഷണം സൈബർ SHO ശ്രീ ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തിന് ഞാൻ നൽകി. അവരത് വളരെ സ്ക്രൂപ്ലെസ്ലി ഫോളോ ചെയ്ത് കേസ് അന്വേഷണം നടത്തി. അതിലൊരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര്. ഇപ്പോൾ അയാള് കർണാടക മടിക്കേരിയിലാണ് ഉണ്ടായിരുന്നത്. മടിക്കേരിയിൽ വെച്ചിട്ട് SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം. 40,000-ൽ പരം സിമ്മുകളുണ്ട്. 150-ൽ പരം മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണെല്ലാം ചൈന മെയ്ഡ് മൊബൈൽ ഫോൺസാണ്. IMEI ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ്. പിന്നെ 6 ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട്. ഇതിലുള്ള വേറൊരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയും ആക്റ്റീവ് ആയിട്ടുള്ള 1,500ഓളം സിമ്മുകളുണ്ട് ഇപ്പോൾ പ്രസന്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ളത്. മാത്രമല്ല ഇനി ആക്റ്റീവ് ആക്കാനുള്ള 2,000-ന് മുകളിൽ സിമ്മുകൾ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം മടിക്കേരിയിലെ ജിയോയുടെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾ ഒരു സിം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ
സിം എടുക്കുന്ന സമയത്ത് ഇവരെ മൊബൈൽ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റ് ഒരു സർവീസ് പ്രൊവൈഡറിന്റെ സിം എടുക്കുകയാണെങ്കിൽ ഇവരെ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ തമ്പ് ഈ സ്കാനറിൽ വെക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ 3-4 സർവീസ് പ്രൊവൈഡേഴ്സിന്റെ സൈറ്റിലേക്ക് കയറ്റിയിട്ട് അഡീഷണൽ സിംസ് എടുക്കും. അത് ഈ മറ്റാളുകൾ അറിയില്ല. അപ്പോൾ അയാൾക്കൊരു സിമ്മേ കിട്ടുള്ളൂ. ഈ സിമ്മുകൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന സിമ്മുകൾ അത് ഇയാൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ അയാളുള്ള മറ്റ് റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ, ആ റീറ്റെയിലേഴ്സിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നതെല്ലാം ഇത്തരത്തിൽ ചെയ്തിട്ട്. എന്നിട്ട് അവർക്ക് 50 രൂപ കൊടുക്കും ഒരു സിമ്മിന്. അങ്ങനെ കൊടുത്തിട്ട് ഇയാളിത് വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ഷെയർ മാർക്കറ്റ് തുടങ്ങിയുള്ള മറ്റു കാര്യങ്ങൾ തട്ടിപ്പ് നടത്തുന്ന ടീമിന് ഇയാളിത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അവർക്ക് സിം ഇയാളുടെ കയ്യിലുണ്ടാവും, ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. ഇത് ചിലപ്പോൾ സിം എടുക്കുന്ന ആൾ ചിലപ്പോൾ വേറെ ഏതോ ഭാഗത്തുള്ള അതിന്റെ അഡ്രസ്സ് വേറെ ഏതോ ഭാഗത്തുള്ള ആളായിരിക്കും. ഇദ്ദേഹമാണ് ചെയ്യുന്നത്. OTP കൊടുക്കുന്നവർ ചിലപ്പോൾ അവർ ഡൽഹിയിലായിരിക്കാം, ചിലപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം. ആ OTP വെച്ചിട്ട് അവർ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരത് പിന്നെ ആളുകളെ ഷെയർ മാർക്കറ്റിലേക്ക് ക്ഷണിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞ് അവർ തട്ടിപ്പ് നടത്തിയിട്ട് ആളുകളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് കോടിക്കണക്കിന് രൂപ തട്ടിക്കുന്ന സമ്പ്രദായമാണ് നടന്നു വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാവുന്നത് പിന്നെ കർണാടക സംസ്ഥാനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ഈ അവരുടെ റീറ്റെയിലേഴ്സിനെ കൊണ്ട് ഇദ്ദേഹം അവർക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സിം കളക്ട് ചെയ്യുന്ന രീതിയാണ്. ആ സിം കളക്ട് ചെയ്ത തരത്തിലുള്ള സിമ്മുകളാണ് ഇപ്പോൾ ഇതെല്ലാം ഈ കാണിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇദ്ദേഹം ഓരോ മാസവും ഇത്തരത്തിൽ സമ്പാദിക്കുന്നത്. റോഷനെതിരെ ഇപ്പോൾ കർണാടക മടിക്കേരി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വേറൊരു കേസ് കൂടി ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അവിടെയും പ്രത്യേക അന്വേഷണം ഉണ്ടാവും. ഇതിന്റെ പുറകിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ചെറിയൊരു തുകയല്ല, അത് ഒരു വലിയ തുകയ്ക്ക് ഡെയിലി ബേസിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആളുകൾ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. ഇത് ഇന്നും നടന്നിട്ടുണ്ട്, ഇനി നാളെ നടന്നുകൊണ്ടേയിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതിന്റെ പുറകിലുള്ള ആളുകളെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഇവരെല്ലാം നമ്മൾ വിലയിലാക്കും. അത് പിന്നെ കേരളത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും ഒക്കെയുള്ള വിവിധ ലിങ്കുകൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെ തുടർന്നുള്ള അന്വേഷണവും തുടർന്നുള്ള മറ്റ് നടപടികളും ഉണ്ടാകും. എന്താണെങ്കിലും ഒരു കേസിലെ പരാതിയിലാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഘം ഇന്ത്യക്കകത്തും പുറത്തും നിരവധി കേസുകൾ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നൊരു നിഗമനമാണ് പോലീസിന് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊക്കെ മൊബൈൽ സിം കാർഡ് എടുക്കാൻ ബയോമെട്രിക് വിവരങ്ങൾ നൽകുമ്പോൾ അത് ഒന്നിൽ അധികം തവണ ഇവർ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പേരിലും ഒരു സിം കാർഡ് അവരെടുത്ത് മറ്റൊരു തട്ടിപ്പ് സംഘത്തിന് കൈമാറാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന, അത് തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ സിം കാർഡുകൾ ഉപയോഗിക്കുന്ന വലിയൊരു സംഘമാണ് പിടിയിലായിരിക്കുന്നത്. എന്നാണെങ്കിലും വലിയ ഒരു കേസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാന കണ്ണിയെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇനി ഈ സംഘത്തിൽപ്പെട്ടവരിലേക്ക് എത്തുവാൻ ഇയാളെ ചോദ്യം ചെയ്തതിന് ലഭിക്കുന്ന വിവരങ്ങൾ സഹായകമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രതിയെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18.